വർത്തമാന ഇന്ത്യ സംസാരിക്കുന്ന കാര്യം എന്തെന്നാൽ, എന്തു ഭക്ഷണമാണ് നമുക്ക് കഴിക്കാൻ അനുവാദമുള്ളത്, നമുക്ക് ആരുടെ കൂടെ എന്ത് ധരിച്ച് ഏത് സമയത്ത് നടക്കാം, നമുക്ക് എന്ത് പറയാം, എന്തു പറയാൻ പറ്റില്ല എന്നതെല്ലാമാണ്. ആളുകൾ ഭക്ഷണത്തിൻ്റെ പേരിൽ, തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ, പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഇത്തരുണത്തിൽ വർത്തമാന ഇന്ത്യയുടെ ഭയാശങ്കകൾ എൻ്റെ ചിന്തയിൽ ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. അവർ നമ്മളെയും തേടി വരാതിരിക്കില്ല. ഒരു ഊരുതെണ്ടി പക്ഷിയെപ്പോലെ നാട് മുഴുവൻ അലയണം. മരുഭൂമിയും മലകളും അരുവിയും താണ്ടണം. ചിലയിടത്തെത്തുമ്പോൾ അലറുന്ന കടൽ പോലെ അലയടിച്ചുയരണം. ചിലയിടത്തെത്തുമ്പോൾ ശാന്തയാം നദി പോലെ നാദമായി ഒഴുകണം. കിതയ്ക്കാതെ കുന്നിൻ്റെ നെറുകയിൽ കയറണം. വലയുമ്പോൾ പൊടിമണ്ണിൽ മലർന്നൊന്നങ്ങുറങ്ങണം. വലയുമ്പോൾ പൊടിമണ്ണിൽ മലർന്നൊന്നങ്ങുറങ്ങണം. പക്ഷേ എനിക്കു നടക്കാൻ സമയം പറഞ്ഞു അവർ. എനിക്കുടുക്കാൻ ആട നിശ്ചയിച്ചു അവർ. എനിക്ക് തിന്നാൻ ഭോജനം കൽപ്പിച്ച് എനിക്കുറങ്ങാനൊരു മറ ചൂണ്ടിയവർ. ഇഷ്ടഭക്ഷണത്തിൻ പേര് പോലും ഉച്ചരിക്കാനാകാത്തിടങ്ങൾ. ഇരുകാലി ജന്മങ്ങളേക്കാൾ വിലയുള്ള നാൽക്കാലി മേയുന്ന നാട്ടിനിടങ്ങളും. പാതി ചെന്നൊരു ഗ്രാമത്തിൽ വച്ചെൻ്റെ ജാതി ഏതെന്നും ചോദിച്ചു അന്നവർ. പാതി ചെന്നൊരു ഗ്രാമത്തിൽ വച്ചെൻ്റെ ജാതി ഏതെന്നും ചോദിച്ചു അന്നവർ. മിഴിവുള്ള കാഴ്ചകളേക്കാൾ ഞാൻ കണ്ടത് മിഴി നനയും ഓർമ്മകൾ, ഉറങ്ങുന്ന ദിക്കുകൾ. പിഞ്ചിളം ഉടലിനെ പിച്ചിയെറിഞ്ഞൊരാ മന്ദിര് കണ്ടു തരിച്ചങ്ങു നിന്നു ഞാൻ. തട്ടിത്തകർത്തൊരാ താഴികക്കുടങ്ങൾ തൻ മട്ടൊന്ന് കണ്ടു നാണിച്ചു നിന്നു ഞാൻ. വെട്ടി നുറുക്കാൻ വിധിയായ പ്രേമത്തിൻ നെട്ടറ്റു വീണ സ്വപ്നത്തിൽ തേങ്ങി ഞാൻ. കുഞ്ഞു ഫിലിപ്പും തിമോത്തിയും ഒത്തവർ വെണ്ണീറായി തീർന്ന തെരുവിലും എത്തി ഞാൻ. കുഞ്ഞു ഫിലിപ്പും തിമോത്തിയും ഒത്തവർ വെണ്ണീറായി തീർന്ന തെരുവിലും എത്തി ഞാൻ. മതജാതീയതയുടെ നിഴൽക്കൂത്തുവേദികൾ, മർത്യനെ വേണ്ടാത്ത പരിവാര ജന്മങ്ങൾ. മതജാതീയതയുടെ നിഴൽക്കൂത്തുവേദികൾ, മർത്യനെ വേണ്ടാത്ത പരിവാര ജന്മങ്ങൾ. ആരവം അടുത്തടുത്തെത്തുന്നുണ്ടീ വഴി, ആ വിധം ചിലമ്പൊലി കേൾക്കാൻ തുടങ്ങുന്നു. ആരവം അടുത്തടുത്തെത്തുന്നുണ്ടീ വഴി, ആ വിധം ചിലമ്പൊലി കേൾക്കാൻ തുടങ്ങുന്നു. ചെവി രണ്ടും കൂർപ്പിച്ച് കരുതലോടിരിക്കണം. ചെവി രണ്ടും കൂർപ്പിച്ച് കരുതലോടിരിക്കണം. അവർ നമ്മളെയും തേടി വരാതിരിക്കില്ല. അവർ നമ്മളെയും തേടി വരാതിരിക്കില്ല. നന്ദി, നമസ്കാരം.